അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഈ ഒരു വിഷയം സംസാരിക്കാൻ വന്ന ജസ്റ്റിസ് ബി കമാൽ പാഷയ്ക്ക് നന്ദി. ഈ ഒരു വിഷയം, അതായത് മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം ത്തിനുള്ള അർഹതയുണ്ട് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇപ്പോൾ വിധിച്ചല്ലോ. അതിൻ്റെ സാഹചര്യം ഒന്ന് വിശദീകരിക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു വിധിയിലേക്ക് ഇത് നടന്നത്? അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? മുസ്ലിം സ്ത്രീക്ക് ജീവനാംശത്തിന് അവകാശം ഉണ്ടെന്നുള്ളത് പുതിയതായ ഒരു കാര്യമല്ല. നേരത്തെയുള്ള വിധികളൊക്കെ ഉള്ളതാണ്. അത് മാത്രമല്ല നിയമത്തിലുള്ളതാണ്. നേരത്തെ നമ്മുടെ നിയമം അനുസരിച്ച്, അതായത് നമ്മുടെ ഇന്ത്യയിലെ നിയമം നേരത്തെ ഉണ്ടായിരുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC എന്നുള്ള പേര് ഇപ്പോൾ അതില്ല. അത് കഴിഞ്ഞ ഈ ജൂലൈ 1 മുതൽ അതില്ല. അതിന് പകരം ഇപ്പം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നുള്ള നിയമമാണ് BNSS എന്ന് നമുക്ക് ചുരുക്കപ്പേരിൽ പറയാവുന്നതാണ് ഉള്ളത്. പഴയ നിയമത്തിൽ CRPCയിൽ 125-ാം വകുപ്പാണ് ഒരു മെയിൻ്റനൻസ്, അതായത് ഈ അവകാശം കിട്ടാൻ, ജീവനാംശം കിട്ടാനായിട്ട് ഒരാൾക്ക്, അതായത് സ്വന്തമായിട്ട് ചെലവിന് എടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സ്ത്രീയെ ഭർത്താവ് സംരക്ഷിക്കണം. അതിന് ഭർത്താവിന് ബാധ്യതയുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്കേ ഉള്ളായിരുന്നു അന്ന്. ഇപ്പോൾ അത് കുറേ കൂടെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ നേരത്തെ ഉള്ളതും അച്ഛനും അമ്മയും അവർക്കായാലും ശരി, അത് ആ സംരക്ഷണയ്ക്ക് അവകാശം ഉണ്ടായിരുന്നു 125 അനുസരിച്ചായാലും. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഈ 125-ാം വകുപ്പ് എന്ന് പറയുന്ന പുതിയ നിയമത്തിൽ 144-ാം വകുപ്പാണ്. 144-ാം വകുപ്പ്, അതിൻ്റെ പ്രൊസീജിയർ 145-ാം വകുപ്പിൽ. ഇപ്പോൾ ഉള്ള നിയമം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ കുട്ടികൾ അത് അൺഎബിൾ ടു മെയിൻറ്റെയിൻസ് ദംസെൽവ്സ് ആണ്. അവർക്ക് ചിലവിന് എടുക്കാൻ മാർഗമില്ലെങ്കിൽ അവർക്ക്. അതേപോലെ തന്നെ ഈ ലെജിറ്റിമേറ്റോ ഇല്ലെജിറ്റിമേറ്റോ ആയിട്ടുള്ള കുട്ടികൾ കേട്ടോ, അവർക്ക് അത് ആണെന്നുണ്ടെങ്കിൽ അതായത് അത് അൺമാരീഡ് ഡോട്ടർ ആവാൻ പാടില്ല. ഒരു വകുപ്പിൽ പറഞ്ഞേക്കുന്നത് മാരീഡ് ആയാലോ അൺമാരീഡ് ആയാലോ അവർക്ക് സ്വന്തമായിട്ട് ചിലവിന് നിവർത്തിയില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അത് ചൈൽഡാണ് അവർക്ക്. അതേപോലെ തന്നെ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വന്നേക്കുന്ന 125 അല്ല 144-നകത്ത് വരുമ്പോൾ ഇനി അതായത് മാരീഡ് ഡോട്ടർ ആണെന്നിരിക്കട്ടെ, ആ മാരീഡ് ഡോട്ടർ ആയാലും ചിലവിന് അവർക്ക് സ്വന്തമായിട്ട് സംരക്ഷിക്കാൻ കഴിവില്ലാത്തവർക്ക് കിട്ടും. ഇനി ലെജിറ്റിമേറ്റ് ഓർ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് ഇല്ലെജിറ്റിമേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക്, അതായത് നോട്ട് ബീയിങ് ആൻ അൺമാരീഡ് ഡോട്ടർ, അതായത് നോട്ട് ബീയിങ് എ മാരീഡ് ഡോട്ടർ, മാരീഡ് ആവാൻ പാടില്ല. അൺമാരീഡ് ആണെന്നുണ്ടെങ്കിൽ എത്ര വയസ്സായാലും ചിലവിന് കൊടുത്ത് വെക്കും. അതാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. പിന്നെ അച്ഛനും അവർക്ക് ചിലവിനില്ലെങ്കിൽ അവർക്കും കൊടുക്കണം. അത് ആണ് ഇപ്പോഴത്തെ ഈ 144-ാം വകുപ്പ് അനുസരിച്ചുള്ള നിയമം. ഇത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ കോടതി വിധി വന്നിട്ടുള്ളത്. അത് ഇതിനെ സംബന്ധിച്ചല്ല. 125-ാം വകുപ്പ് പഴയ CRPCയിലെ വകുപ്പ് അനുസരിച്ചുള്ളതിൻ്റെ തന്നെ വന്നേക്കുന്നത്. അതിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മുടെ നിയമം എന്ന് പറയുന്നത് അതിനകത്ത് അത് എഴുതി വെച്ചിട്ടില്ല എങ്കിൽ പോലും വൈഫ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ആ വൈഫിനെ സംബന്ധിച്ചിടത്തോളമുള്ളത് അന്ന് സുപ്രീം കോടതിയൊക്കെ ഡിഫൈൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഡൈവോഴ്സ്ഡ് വൈഫ് ഈസ് ഓൾസോ എൻറ്റൈറ്റിൽഡ് ടു മെയിൻ്റനൻസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഡൈവോഴ്സ് ചെയ്താൽ പിന്നെ വൈഫ് എന്ന് പറയാൻ നോക്കത്തില്ലല്ലോ. പക്ഷേ ഡൈവോഴ്സ്ഡ് വൈഫല്ലേ, അതുകൊണ്ട് അവർക്കും ചിലവ് ഇതിൻ്റെ പരിധി വരും എന്ന് കണ്ടു 125-ാം വകുപ്പിൻ്റെ പരിധിയിൽ. പക്ഷേ വൈഫ് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. എന്നാലും ഡൈവോഴ്സ്ഡ് വൈഫ് എന്ന് പറയുന്നതും വൈഫാവും ആ കാര്യത്തിന്, ചിലവിന് കിട്ടുന്ന കാര്യത്തിന് മാത്രം. ഇത് വന്നിട്ടുണ്ട്. അതായത് അവർ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല, വേറെ വിവാഹിതയാണെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. ഈ ഒരു നിയമം ഉണ്ടായിരുന്നു. അത് ഹിന്ദു സ്ത്രീ എന്നോ ക്രിസ്ത്യൻ സ്ത്രീ എന്നോ മുസ്ലിം സ്ത്രീ എന്നോ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു വ്യത്യാസവും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പുതിയ നിയമം, അതായത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പുതിയ നിയമം വരാനിടയായത്. ആ നിയമം വരാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ഷാബാനുവിൻ്റെ കേസാണ്. ആ കേസിനകത്ത് വിധി വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനെ ഓവർകം ചെയ്യാനാണ് ഈ പുതിയ നിയമം കൊണ്ടുവന്നത്. റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് കേട്ടോ, മുസ്ലിം വിമൻ റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നത് 86-ൽ നിയമം കൊണ്ടുവന്നു. ആ നിയമം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീക്ക്, വിവാഹിതയായിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീയെ
ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള അവകാശങ്ങൾ എന്താണെന്ന് അതിൽ പറയുന്നുണ്ട്. അതിലെ അവകാശങ്ങളെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒന്ന്, ആദ്യം അതിന് ആൻ എമൗണ്ട് ഈക്വൽ ടു മഹർ. ഒന്ന്, അതായത് മഹറിൻ്റെ എത്ര മഹർ കൊടുത്തില്ല എന്നുള്ളതല്ല പ്രശ്നം, എത്ര മഹർ പറഞ്ഞിരുന്നോ അതിൻ്റെ എമൗണ്ട് ഈക്വൽ ടു മഹർ അത് കൊടുക്കണം. ഒന്ന്, ഇപ്പോൾ ഒരു 10 പവൻ മഹറിന് എന്നൊക്കെ ചിലരങ്ങ് വീമ്പളിച്ച് ഈ കല്യാണ സമയത്തിരുന്ന് പറയും. അത് എഴുതി വെക്കും 10 പവൻ. 10 പവൻ എന്ന് പറഞ്ഞാൽ ഇന്ന് വില എത്രയെന്നറിയോ? ഇന്ന് 10 പവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 5.5 ലക്ഷം രൂപ വില കിട്ടും. അപ്പോൾ അത്രയും രൂപ മഹർ, എമൗണ്ട് ഈക്വൽ ടു മഹർ. പിന്നെ ഏത് പ്രോപ്പർട്ടി ഇതിൻ്റെ എടുത്തിട്ടുണ്ടോ അതെല്ലാം, മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഈ ഹസ്ബൻഡിൻ്റെ കയ്യിലോ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ കയ്യിലോ ഉണ്ടെങ്കിൽ അത് മുഴുവൻ തിരിച്ചു കൊടുക്കണം. അത് പണമായാലും അതെല്ലാം വരും, മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് വരും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഇദാത്ത്. ആ പീരീഡ് ഓഫ് ഇദാത്ത് പീരീഡിലെ മെയിൻ്റനൻസ്. ഇദാത്ത് പീരീഡ് എന്ന് പറയുന്നത് ഒരു ഡൈവോഴ്സ്ഡ് വൈഫാണെങ്കിൽ 3 മാസം, ചന്ദ്രമാസം 3 മാസം, അതായത് നമ്മുടെ ചന്ദ്രമാസം എന്ന് പറയുമ്പോൾ 28 ഡേയ്സേ വരുള്ളൂ. 3 ചന്ദ്രമാസങ്ങളിൽ ഉള്ള ചിലവിന് കൊടുക്കണം. അതായത് 3 മാസ ചിലവ് അവർക്ക്. ഇപ്പോൾ 3 മാസം ഒരാൾക്ക് ചിലവെന്ന് പറയുന്നത് ഭാര്യയെ എങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു, ഏത് പൊസിഷന് കഴിഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതിരിക്കും. ഇപ്പോൾ ഒരു മാസം അവർക്ക് വേണ്ടി ഒരു 25,000 രൂപ ചിലവാക്കിയിട്ടിരിക്കട്ടെ. 25,000 രൂപ അതിന് ചിലവിന് ആവശ്യമുണ്ടെങ്കിൽ 3 മാസം ആകുമ്പോൾ 75,000 രൂപ അത് വരും. ഇനി ഇത് കൂടാതെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇനി കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് 2 വർഷത്തെ മൊത്തം ചിലവ് 2 ഇയേഴ്സ് അതങ്ങനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ ലിമിറ്റൊന്നുമില്ല. ആ നിയമത്തിലുള്ള ലിമിറ്റാണ് ഞാൻ പറഞ്ഞ, കുഞ്ഞുങ്ങൾക്ക് 2 വർഷത്തേക്കുള്ളതേ കിട്ടുള്ളൂ. ആ 2 വർഷത്തേക്കുള്ള ചിലവിന് കിട്ടും. പിന്നെ അത് ഒന്നിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ അത് കൂടാതെ ഫെയർ, റീസണബിൾ ആൻഡ് ഫെയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ് 2 ആൻഡ് ഉണ്ട് കേട്ടോ. റീസണബിൾ ആൻഡ് ഫെയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഫെയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ള ഒന്നിച്ച് വായിക്കണം. റീസണബിൾ ആൻഡ് ഫെയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ് ഇതാണ് വരുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അതിന് ഭാവി കാലത്തേക്കുള്ള ചിലവിനെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞേക്കുന്നത്. അത് എത്ര ആയിരിക്കണം എന്നൊന്നും നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ നിയമത്തിൽ ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ജഗന്നാഥരാജുവിൻ്റെ ഒരു വിധി മുമ്പുണ്ടായിരുന്നു കേട്ടോ. അതിൽ 5 വർഷത്തെ ചിലവ്, അതായത് 12×5 മാസ ചിലവ് ഒന്നിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മതി എന്നുള്ളതാണ്. അതാണ് റീസണബിൾ ആൻഡ് ഫെയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് അദ്ദേഹം കണ്ടു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് മോഡിഫൈ ചെയ്തു. ഞാൻ പറഞ്ഞു ഈ 5 വർഷത്തെ ചിലവുകൊണ്ടൊന്നും ഇന്നത്തെ ഈ ലോഞ്ചിവിറ്റി ഉള്ള കാലത്ത്, ലൈഫിന് ഇത്രയും ലോഞ്ചിവിറ്റി ഉള്ള കാലത്ത് അതൊന്നും ആവത്തില്ല. അത് കാരണം അതൊരു 10 വർഷം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ അതാണ് നിലവിൽ എല്ലാവരും പിന്തുടരുന്നത്. ഈ 10 വർഷം എന്ന് പറയുന്നത് എൻ്റെ വിധിയാണ്. ആ 10 വർഷം എന്ന് പറയുന്നത് അതായത് 120 മാസത്തെ ചിലവ്. 120 മാസത്തെ ചിലവെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതായത് ഒരു 25,000 രൂപ വെച്ച് 120 മാസം എത്ര വരും? അത്രയും കാശ് ഒന്നിച്ചു കൊടുക്കണം. അത് ബാങ്കിലിട്ട് അതിൻ്റെ പലിശ വാങ്ങിച്ചോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും നടത്തിയോ എടുക്കാം. അതിങ്ങനെ ഭാര്യയെ കളഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാർ ഇങ്ങനെ ചെയ്യണം എന്നൊരു കാഴ്ചപ്പാട് ഞാൻ എടുത്തു. ഇത് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വലിയ ബാധ്യത വരും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ ഡൈവോഴ്സ് ചെയ്യുന്നവന്മാരുടെ എണ്ണം കുറവാണ്. മറ്റേത് തലാക്ക് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ എടുത്ത് ഫോണിലൂടെയും അതുപോലെ പിന്നെ വാട്സാപ്പിലൂടെയൊക്കെ ആ തലാക്ക് ഓരോന്നും ദുബായിലും സൗദി അറേബ്യയിലും കുവൈറ്റിലും ഒക്കെ ഇരുന്നുകൊണ്ട് അടിക്കുന്ന അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിലൊക്കെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് ഡൈവോഴ്സ്. കാരണം അവൻ്റെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് ഈ പെണ്ണിനെ ഇതുപോലെ ഹരാസ് ചെയ്യുകയാണ്, ആ രീതിയിൽ ഡൈവോഴ്സ് ചെയ്യും. പക്ഷേ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഇത് പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡൈവോഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു. അത് മാത്രമല്ല, തലാക്കിന് ഇപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. തലാക്ക് ശരിയായിട്ട് തലാക്ക് എല്ലിയാൽ ക്രിമിനൽ നിയമത്തിനകത്ത് വരത്തില്ല അത്. പക്ഷേ മുത്തലാഖ് എന്ന് പറയുന്നത് ഖുറാനിക്കല്ലാത്തത് കൊണ്ടും സുപ്രീം കോടതി അത് തെറ്റാണെന്ന് പറയുകയും ചെയ്തതുകൊണ്ടും അത് പ്രശ്നമായി. ഒന്നിച്ച് 3 പിന്നെ 1, 2, 3 തലാഖിൽ വേർപെടുത്തിയിരിക്കുന്നു എന്നിങ്ങ് പറയും. അത് മുത്തലാഖാണ്, അത് തെറ്റാണ്. അല്ലെങ്കിൽ ഐ ഡൈവോഴ്സ് ദി ഇറിവോക്കബിളി, അതായത് തിരിച്ചെടുക്കാൻ വയ്യാത്ത വിധം നിന്നെ ഡൈവോഴ്സ് ചെയ്തേക്കുന്നെന്ന് പറഞ്ഞാലും അത് മുത്തലാഖിൻ്റെ എഫക്റ്റ് വരും. ഇത് രണ്ടും ഇതിനു വേണ്ടി സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ആ നിയമം കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അതിൽ ഈ മുസ്ലിങ്ങൾക്ക് എതിരെ മാത്രമുള്ള ഒരു നിയമമാണ്. അതായത് ഈ മുത്തലാഖ് ചെല്ലുന്നവന്മാർ, മുത്തലാഖ് വിവാഹബന്ധം വേർപെടുത്തിയാൽ
വേർപെടുത്തില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇനി വേർപെടുത്തിയാൽ അവനെ ഇങ്ങനെ ചെയ്ത് കളയുന്നതാണ്. ആ നിയമത്തിന് തന്നെ യാതൊരു തലയില്ലാത്ത നിയമമാണ്. കാരണം മുത്തലാഖ് മൂലം വിവാഹബന്ധം വേർപെടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. അപ്പം ഇനി മുത്തലാഖ് ചൊല്ലി വിവാഹം വേർപെടുത്തുന്നവനെ ശിക്ഷിക്കുന്ന വകുപ്പാണ് അതിനകത്തുള്ളത്. ഒരു ബോധമില്ലാതെ ചെയ്തേക്കുന്ന ഒരു ആക്ട്, അതിന് യാതൊരു നിയമപ്രാബല്യവും എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. കാരണം അതുമൂലം വിവാഹബന്ധം വേർപെടില്ല. അപ്പോൾ പിന്നെ അതിന് കോൺസിക്വൻസ് ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഒരുത്തം ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു കാര്യമില്ല, ഇന്നത് ചെയ്യുന്നത് മൂലം ഒരു കാര്യം ചെയ്യുന്നത് മൂലം അതിന് യാതൊരു ലീഗൽ എഫക്റ്റും ഇല്ല എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങനെ അങ്ങ് ചെയ്തു പോയാൽ അവനെ ഇനി അകത്ത് കയറ്റണം എന്ന് പറയുന്നതാണ്. ഇവിടെ ഭാര്യയെ കല്യാണം കഴിച്ച് നോക്കാൻ നടക്കുന്നവന്മാർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അത് എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെന്ന് പറഞ്ഞ് തലാക്ക് ചെല്ലുന്നവനെ പിടിച്ച് അകത്തിടുന്ന ഒരു നിയമമാണ്. അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഒരുപാടെണ്ണത്തി. ഇപ്പോൾ നേരെ തലാക്ക് ഇല്ലാലും ഇതിനകത്ത് വരുന്നതാണെന്ന് പറയും. പക്ഷേ അതുമൂലം ഞാൻ പറഞ്ഞില്ലേ, തലാക്ക് മുത്തലാക്ക് മൂലം വിവാഹബന്ധം വേർപെടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ഉള്ള നിയമം യഥാർത്ഥത്തിൽ. ഇനി ഇത് വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയും, ഈ നിയമം വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊട്ടക്ഷൻ, അതായത് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ കോടതികളുടെ അടുത്ത് ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഈ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിയമമാണ് ആപ്ലിക്കബിൾ. അപ്പോൾ 125 അനുസരിച്ച് കൊടുക്കണമെങ്കിൽ ചിലവിന് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് കഴിയരുത് എന്നുള്ളൊരു കാഴ്ചപ്പെടുത്തും. ഡൈവോഴ്സ് കഴിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന നിയമം അനുസരിച്ചുള്ളത് കിട്ടത്തുമില്ല. അപ്പോൾ ഡൈവോഴ്സ് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, പഴയ നിയമം ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞു. പക്ഷേ ഡൈവോഴ്സ്ഡ് വൈഫ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു മെയിൻ്റനൻസ് അണ്ടർ 125 എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, കോടതി പറഞ്ഞപ്പോൾ, അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈവോഴ്സ്ഡ് മുസ്ലിം വൈഫെന്നോ ഡൈവോഴ്സ്ഡ് ഹിന്ദു വൈഫെന്നോ ഡൈവോഴ്സ്ഡ് ക്രിസ്ത്യൻ വൈഫെന്നോ ഒന്നും അല്ല പറഞ്ഞേക്കുന്നത്. ഡൈവോഴ്സ്ഡ് വൈഫ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ എൻറ്റൈറ്റിൽഡ് ടു മെയിൻ്റനൻസ് അണ്ടർ 125. ഇത് ആ കാഴ്ചപ്പാട് ഒരു മുസ്ലിം സ്ത്രീയെ മാത്രം അതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അത് യഥാർത്ഥത്തിൽ ഇക്വാളിറ്റി എതിരാണ്. ആർട്ടിക്കിൾ 14 വരുമ്പോൾ ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. ഇതിന് രണ്ടും അഗൻസ്റ്റാണ്. ഇത് പിക്ക് ആൻഡ് ചൂസ് ചെയ്യാം. ഒരു മുസ്ലിം സ്ത്രീക്ക് ആഡഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജാണ് തലാഖ് ചൊല്ലി ഡൈവോഴ്സ്, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഡൈവോഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഡൈവോഴ്സ്ഡ് വൈഫിന് കിട്ടേണ്ടത് കിട്ടും. അത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് കിട്ടുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അത് നഷ്ടമാണ്. 2 വർഷത്തെ ചിലവേ കിട്ടുള്ളൂ. നേരെ മറിച്ച് 125 വകുപ്പ് ഇപ്പോഴത്തെ 144 അനുസരിച്ച് അവർക്ക് എന്നത്തേക്കും കിട്ടും. അവർക്ക് അൺഎബിൾ ടു മെയിൻറ്റെയിൻ ദംസെൽസ് ആണെങ്കിൽ അവർക്ക് എവന് മെയിൻ്റനൻസ് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കണം. അങ്ങനെ വരും. അപ്പോൾ ഈ നിയമം തന്നെ എടുക്കണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റും ഒരു മുസ്ലിം സ്ത്രീയെ? പറ്റത്തില്ല. അവർക്കിത് വേണ്ട. അവർക്ക് വേണമെങ്കിൽ 125 അനുസരിച്ച് പോകും. രണ്ടും കൂടെ ഒന്നിച്ചൊക്കത്തില്ല എന്നുള്ളേ ഉള്ളൂ. ഇനി ഒന്നിച്ചായാലും രണ്ടും കൂടെ അത് മെർജ് ചെയ്ത് പോയി കഴിഞ്ഞാലും അതനുസരിച്ചുള്ള കാര്യങ്ങളെ അത് വരാവുള്ളൂ. ഇതിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞെങ്കിൽ പിന്നെ മറ്റേത് കിട്ടത്തില്ല. കാരണം ഇത് മുഴുവൻ കൈ കിട്ടിയെങ്കിൽ, ഈ പുതിയ നിയമം അനുസരിച്ച് കിട്ടിയെങ്കിൽ, ഈ അൺഎബിൾ ടു മെയിൻറ്റെയിൻ ഹെർസെൽഫ് ഒന്നും പിന്നെ പറയാൻ ഒക്കത്തില്ല. കാരണം കൈ പൈസ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടത് കിട്ടത്തില്ല. അത്രയേ ഉള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസ് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് 2 വർഷത്തോളം വാങ്ങിക്കണ്ട അതിൽ നിന്ന്. അപ്പോൾ ഒരു ഡൈവോഴ്സ്ഡ് വൈഫിന് ഇത് കൊടുക്കാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാട് തെറ്റാണ് എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇതാണ് ഇതിൻ്റെ നിയമവശം. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു SDPIയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ അഹമ്മദ് പറയുന്നത് ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പൊതു നിയമങ്ങൾക്ക് മുകളിൽ സ്പെസിഫിക് നിയമങ്ങളാണ് സാധാരണ പ്രിവെയിൽ ചെയ്യുക. പക്ഷേ ഈ കേസിൽ അത് നേരെ തിരിച്ചാണ് സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. അതായത് സ്പെസിഫിക് നിയമങ്ങൾക്ക് മുമ്പിലാണ് പൊതു നിയമങ്ങൾ വന്നത്. അതൊക്കെ വിവരക്കേടാണ് അഭിപ്രായം എന്നൊക്കെ പറയുന്നത്. അതൊന്നും ശരിയല്ല. കാരണം ഞാൻ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ സാഹചര്യം. ഇപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചിലവിന് റീസണബിൾ ആൻഡ് ഫെയർ പ്രൊവിഷൻ ഡൈവോഴ്സ്ഡ് ആണെങ്കിൽ ആൻഡ് മെയിൻ്റനൻസ് ആണെങ്കിൽ അതേ ചോദിക്കാവൂ. അത് മതി. അത് കിട്ടും. അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കിട്ടും. പീരീഡ് ഓഫ് ഇദാത്തിലെ ചിലവ് കിട്ടും. എമൗണ്ട് ഈക്വൽ ടു മഹർ കിട്ടും. അത് അതിൽ നിന്ന് വാങ്ങിയെടുക്കാം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കുട്ടികൾക്ക് എൻ്റെ കൊച്ചുങ്ങൾക്ക് ഈ 2 വർഷത്തെ ചിലവ് പോരാ, അതിന് 125 അനുസരിച്ചുള്ള ചിലവ് കിട്ടും എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അത് കൊടുക്കണം. ഒരു ആഡഡ് അഡ്വാൻറ്റേജാണ് ഈ കൊടുത്തേക്കുന്നത്. അതാ നല്ലത്. അതിന് ഒരു തെറ്റുമില്ല. അല്ലാതെ ഇത് പ്രിവെയിലും അത് പ്രിവെയിൽ ചെയ്യുന്നൊന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല.
കോടതി വിധിക്ക് മുകളിൽ ഈ നിയമം ഒന്നും നിൽക്കത്തില്ല. കോടതി പറഞ്ഞ ഒരു ഡൈവോഴ്സ്ഡ് വൈഫ് എന്ന് പറഞ്ഞാൽ അത് ഷീസ് എൻറ്റൈറ്റിൽഡ് ടു മെയിൻ്റനൻസ്. ആ 125 അനുസരിച്ചുള്ള ആ നിയമത്തിൻ്റെ ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞു അതിൽ വൈഫ് എന്ന് പറയുന്നതിനകത്ത് ഡൈവോഴ്സ്ഡ് വൈഫ് വരും. ആ കാഴ്ചപ്പാട് ഇപ്പോഴും ഉണ്ട്, അത് മാറിയിട്ടില്ല. അത് ഈ പുതിയ നിയമത്തിലും വൈഫ് എന്ന് പറഞ്ഞേക്കുന്നതിനകത്ത് ഡൈവോഴ്സ്ഡ് വൈഫ് വരും. അപ്പോൾ ആ പുതിയ നിയമത്തിലെ 144 വകുപ്പ് അനുസരിച്ച് BNSSലെ 144 വകുപ്പ് അനുസരിച്ച് ഡൈവോഴ്സ്ഡ് വൈഫ് ആയാലും കിട്ടും, ഒരു കുഴപ്പമില്ല. എൻറ്റൈറ്റിൽഡ് ടു മെയിൻ്റനൻസ് ആണ്. അതായത് വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുന്നത് ശരീഅത്തിന് വിരുദ്ധമാണ് എന്ന അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വിലക്ക് ശരീഅത്തിലോ ഇന്ത്യൻ മുസ്ലിം നിയമത്തിലോ ഉണ്ടോ? അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഓരോരുത്തരും വെറുതെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതാണ്. അതിനൊന്നും യാതൊരു വിലയുള്ള അഭിപ്രായങ്ങളൊന്നുമല്ല. അത് ഇനി ഇതൊക്കെ ഷാബാനു കേസ് വന്നപ്പോഴേ ഈ വാദം ഉന്നയിച്ചതാണ്. ഡൈവോഴ്സ്ഡ് ആയിരുന്നു ഷാബാനു. അപ്പം അന്ന് കഴിഞ്ഞപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു അത് ഇതിങ്ങനെ വാങ്ങിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് പ്രോസ്റ്റിറ്റ്യൂഷന് തുല്യമാവും, വേശ്യാവൃത്തിക്ക് തുല്യമാവും. കാരണം വൈഫല്ല, അന്യ സ്ത്രീക്ക് എങ്ങനെ ചെലവിന് കൊടുക്കും. ഈ വാദങ്ങൾ ഈ വൃത്തികേടുകളൊക്കെ അന്നും പറഞ്ഞതാണ്. അതൊന്നും കോടതി എടുത്തില്ല കേട്ടോ. ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ്, അതൊന്നും കോടതി എടുത്തില്ല. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ പുതിയ നിയമം ഉണ്ടാക്കിയത്. അതിനെ ഗെറ്റ് ഓവർ ചെയ്യാനാണ്. അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ റീസണബിൾ ആൻഡ് ഫെയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ് അത് കൊടുക്കാൻ പാടില്ല എന്ന് വരത്തില്ലേ. കാരണം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ 120 മാസത്തെ ചിലവിന് കൊടുക്കണം. ഈ 120 മാസം എന്ന് പറയുന്നത് ആ ചിലവിന് കൊടുക്കുന്ന കാലത്ത് ഭാര്യയല്ലല്ലോ, ഡൈവോഴ്സ്ഡ് അല്ലേ. അപ്പോൾ ഈ ന്യായം അവിടെ പറഞ്ഞൂടെ? അപ്പോൾ ആ പറയുന്നതിനകത്ത് യാതൊരു വിവരവുമില്ല, വിവരക്കേട് വിളിച്ച് പറയുകയാണ് അതൊക്കെ. വേറൊരു വിമർശനം വരുന്നത് ഒരു മുസ്ലിം ഐഡന്റിറ്റിക്കെതിരെയുള്ള ഒരു റൈറ്റ് വിങ് വലതുപക്ഷ സർക്കാർ വരുമ്പോൾ ഉണ്ടാകുന്ന നിയമത്തെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് പൊളിറ്റിക്കലി അവരുടെ സ്വത്വബോധവും അവരുടെ സ്വത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമായിട്ട് ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് എന്താണ് അഭിപ്രായം? അതിലൊന്നും അതിലൊന്നും കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള കാര്യമൊന്നും ഇല്ല ഇതിനകത്ത്. ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇങ്ങനെയുള്ള കാര്യത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിഫോമിറ്റിയാണ് അവിടെ വരുന്നത്. ഒരു മുസ്ലിം സ്ത്രീ ആയാലും ഹിന്ദു സ്ത്രീ ആയാലും ക്രിസ്ത്യൻ സ്ത്രീ ആയാലും സ്ത്രീ തന്നെയാണ്. അവർക്ക് ചിലവിന് സ്വന്തമായിട്ട് സമ്പാദിക്കാൻ പറ്റുന്നില്ല, മാർഗ്ഗമില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കല്യാണം കഴിച്ചുകൊണ്ട് പോയി ഭർത്താവ് എന്ന് പറയുന്നത് ചിലവിന് കൊടുക്കണം. അത് ഒരു മെയിൽ ഷോവനിസം ഉള്ള നാടാണിത്. അത് നമ്മൾ ഒന്നുമില്ല ഇക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാലും അതിവിടെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവനെ ഇത് കാണിക്കുന്നവൻ ചിലവിന് കൊടുക്കണം, അതാ വേണ്ടത്. അപ്പോൾ അത് അങ്ങനെ ആയിക്കൊണ്ട് ഇനി അത് പൊളിറ്റിക്കലി ഇതൊരു ആഡഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അല്ലേ ഈ കൊടുക്കുന്നത്. കാരണം മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരഞ്ഞെടുക്കാം ഇതിലേത് വേണമെന്ന്. അത് ഷീ ക്യാൻ പിക്ക് ആൻഡ് ചൂസ്. അത് വന്നപ്പോൾ അത് നല്ലൊരു ആഡഡ് അഡ്വാൻറ്റേജ് അല്ലേ. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് ഉള്ളത് എന്താണെന്നറിയോ, ഈ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഈ റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിന് തത്തുല്യമായ നിയമം മറ്റ് സ്ത്രീകൾക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. അതാ വേണ്ടത്. അല്ല അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇനി ഇതിനനുസരിച്ച് മറ്റവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഇറങ്ങുക, അതൊക്കെ ഓരോ കാര്യങ്ങൾ ചുമ്മാ ഉണ്ടാക്കി പറയാൻ വേണ്ടി ഓരോരുത്തർ ഇറങ്ങുന്നതല്ലേ. അതിലൊന്നും ഒരർത്ഥമുള്ള കാര്യങ്ങളല്ല. ഈ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി പറയുന്നവർ സാധാരണ പറയുന്നത് നമ്മൾ ഭരണഘടന ഈക്വൽ എന്നൊക്കെ പറയുന്നു. അതെ, പക്ഷേ നിങ്ങൾ സ്ത്രീകൾക്ക് എക്സ്ട്രാ സംഭവങ്ങളാണ് കൊടുത്തത്. ഇത് അൺഈക്വൽ ആണ്. ഇവിടെ ഇക്വാലിറ്റിയുടെ തത്വം വയലേറ്റ് ചെയ്യപ്പെടുകയാണ് ഇത്തരം നിയമങ്ങൾ വഴി എന്നൊരു വിമർശനമുണ്ട്. അപ്പോൾ അതിനോട് എന്താണ് പറയുന്നത്? അത് ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും സ്ത്രീകളെന്ന് പറയുന്നത് പലപ്പോഴും അവർ ഒരു വീട്ടിൽ ചെല്ലുന്ന ജോലി ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു സ്ത്രീ, അതായത് അവരുടെ അടുത്ത് സാധാരണഗതി അവർക്ക് ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലെ എന്തെങ്കിലും പ്രത്യേക ജോലിയോ ഇല്ലെന്നിരിക്കട്ടെ, അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതോ ജോലിയൊന്നും അവർ ചോദിക്കുന്നത് ഒന്നുമില്ല, ജോലിയില്ല. പക്ഷേ രാവിലെ മുതൽ അവർ ഭർത്താവിനെ നോക്കണം, ഭർത്താവിനെ ആഹാരം പാചകം ചെയ്ത് കൊടുക്കണം, അയാളുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കണം, കുഞ്ഞുങ്ങളെ അവരെ പരിപാലിച്ച് ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർത്തി അവരെ പരിപാലിക്കണം, സ്കൂളിലയക്കണം, അവർക്ക് ആഹാരം കൊടുക്കണം, അവർക്ക് എല്ലാ വിധത്തിലും അവരെ മുണ്ടും തുണിയെല്ലാം കഴുകി കൊടുക്കണം. ഇത് കൂടാതെ ഈ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വസ്ത്രങ്ങളും എല്ലാം കഴുകി കൊടുക്കണം, അവരെ സംരക്ഷിക്കുകയൊക്കെ വേണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതെല്ലാം അവരുടെ ജോലിയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചാൽ പറയാം എന്താ, ഒരു ജോലിയില്ല. ജോലിയുണ്ടോ? ഇല്ല, ജോലിയില്ല. ഇവർക്ക് ജോലിയില്ലെന്ന് അവർ പറയുന്നത്. അവർ രാവിലെ ഒരു സ്പീഡോമീറ്റർ അവർക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കും, വൈകുന്നേരം ആകുമ്പോൾ അവർ ഉറങ്ങുന്നവരെ എത്ര കിലോമീറ്റർ നടക്കുമെന്നറിയാം വീട്ടിനകത്തായാലും. അത്രയും ജോലിയുള്ളവരാണ് അവർ. അവരെ സംരക്ഷിക്കാൻ പുരുഷൻ ബാധ്യസ്ഥനാണ്. ഇല്ല, അവൻ കല്യാണം കഴിക്കരുത്. ഈ പുരുഷൻ അങ്ങോട്ട്, അതായത് മുസ്ലിം കാഴ്ചപ്പാടനുസരിച്ച്
പുരുഷൻ അങ്ങോട്ട് മഹർ കൊടുത്ത് വലിയ തുക കൊടുത്തിട്ട് വേണം സ്ത്രീയെ കല്യാണം കഴിക്കാൻ. ഇവിടെ നേരെ തിരിച്ചാണ് നടക്കുന്നത് കേട്ടോ. ഇതൊക്കെ അറബ് രാജ്യങ്ങളിലൊക്കെ നോക്കിക്കോളൂ. അവിടെ ഒരുപാട് പണം ഉണ്ടാക്കിയാലേ ഒരുത്തന്നെ പെണ്ണ് കെട്ടാൻ പറ്റുള്ളൂ. കല്യാണം കഴിക്കണോ ഒരുപാട് കാശ് ഈ പെണ്ണിൻ്റെ തന്തയ്ക്ക് കൊണ്ട് കൊടുക്കണം, എന്നാലേ ഇതിനെ ഇങ്ങോട്ട് കൊടുക്കുള്ളൂ. അതാ കാഴ്ചപ്പാട്. അപ്പോൾ ഇവിടെ നേരെ മറിച്ചാണ്. ഇവിടെ സ്ത്രീധനമാണ്. സ്ത്രീ ആയിപ്പോയി ജനിച്ചു പോയാൽ കാശ് കൊടുക്കണം. ആ കാഴ്ചപ്പാടുള്ള നമ്മുടെ രാജ്യത്ത് നീതി എന്ന് പറയുന്നത് പുരുഷൻ സ്ത്രീക്ക് ശരിയായി സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ചെലവിന് കൊടുക്കണം. അത് ഇക്വാളിറ്റി അല്ല എന്നൊക്കെ ഓരോരുത്തർ പറയും. ഇക്വാളിറ്റി അല്ല എന്നൊക്കെ പറയുന്നത് അത് വിവരക്കേടാണ്. അതാണ് ഇക്വാളിറ്റി. അപ്പോൾ ആ പുരുഷൻ്റെ ലെവലിലേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവരണം. അതാണ് ഇക്വാളിറ്റി. ഭരണഘടനയെ റിസർവേഷൻ കൊടുത്തേക്കുന്നത് എന്തിനാണ്? താഴെയുള്ള ആളുകളെ താഴേക്കിടയിൽ നിന്ന് അവരെ പിടിച്ച് കൈ പിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് കൊടുക്കുന്നത്. അതുപോലെ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു അവകാശമായത്. സ്ത്രീയെ സംരക്ഷിക്കാൻ പുരുഷൻ തയ്യാറാവണം. കാരണം ഈ മെയിൽ ഷോവനിസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട്. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഭരണഘടനയിൽ ആർട്ടിക്കിൾ 14 ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം പക്ഷേ യഥാർത്ഥ റിയാലിറ്റിയിൽ അതാണ്. അങ്ങനെ ഉള്ളപ്പോൾ അവരെ ഈ സ്ത്രീകളെ എംപവർ ചെയ്യാൻ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഈ ചെലവിന് കൊടുക്കുന്ന പ്രൊവിഷൻ. അതിന് ഓരോ വിവരക്കേടാണ് പറയുന്നത് അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ. ഈ നമ്മുടെ ഈ റിസർവേഷൻ്റെ ഒരു സംഭവം പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് വിമർശനമായിട്ട് ഒരാൾ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസർവേഷൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഹിന്ദുക്കൾ ദളിതർക്ക് അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് ദളിതർക്ക് ചിലവിന് കൊടുക്കണം എന്നല്ലല്ലോ നമ്മൾ നിയമം വയ്ക്കുന്നത്. നമ്മൾ ദളിതരെ മുമ്പോട്ട് കൊണ്ടുവരാൻ അവർക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കുക. അല്ലാതെ ഈ കെട്ടിയ പുരുഷൻ്റെ നിന്ന് ചിലവ് കൊടുക്കുന്നത് അനീതിയാണ് എന്നൊരു അനലോജി വെച്ച് പറഞ്ഞായിരുന്നു. അതൊക്കെ വേറെ വല്ലയിടത്ത് പോയി പറഞ്ഞാൽ മതി. അത് കല്യാണം കഴിക്കാതിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. അവൻ വിവാഹം കഴിക്കാൻ നടന്നാൽ അവരുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ചിലവിന് ചോദിക്കും. കല്യാണം കഴിക്കാത്തതുകൊണ്ടേന്ന് ചിലവിന് ചോദിക്കുന്നില്ലല്ലോ. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു സ്ത്രീയെ ഭാര്യയാക്കി കഴിഞ്ഞാൽ അവൻ ചിലവിന് കൊടുത്തേ പറ്റുള്ളൂ. അവർക്ക് പ്രൊവൈഡഡ് അവർക്ക് അൺഎബിൾ ടു മെയിൻറ്റെയിൻ ഹെർസെൽഫ് ആണെങ്കിൽ. ഏബിൾ ടു മെയിൻറ്റെയിൻ ഹെർസെൽഫ് ആണെങ്കിൽ അവൻ കല്യാണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരു ജോലി, അതേ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ കല്യാണം കഴിക്കുന്നു, അതവൻ ചിലവിന് കൊടുക്കാൻ പറയത്തില്ല. കാരണം അതിന് ശമ്പളമുണ്ട്. നേരെ മറിച്ച് അതിലും താഴ്ന്ന ശമ്പളമുള്ള ആ സ്ത്രീക്കുള്ളൂ. ആണെന്നുണ്ടെങ്കിൽ ആ വ്യത്യാസം, ഡിസ്പാരിറ്റി ഇല്ലേ, ഇവൻ കാശ് കൊടുക്കണം, ചിലവിന് കൊടുക്കണം, ഒരു കുഴപ്പമില്ല. അതങ്ങോട്ട് പോട്ടെ. ഈ മുസ്ലിം സമൂഹം ബാക്ക്വേർഡാണ്, വളരെ പിന്നോക്കമാണെന്നല്ല, ഒരു കാടൻ സമൂഹമാണെന്നുള്ള രീതിയിലാണ് സാധാരണ ഈ റൈറ്റ് വിങ് ട്വിറ്റർ ഹാൻഡിൽസിലും ഈ വലതുപക്ഷ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പൊതുവെ വരുന്ന ഒരു നറേറ്റീവ് അതാണ്. ഒരു കാടനാണ്, പ്രാകൃതമാണെന്നാണ്. പക്ഷേ ഷാബാനു കേസ് വന്ന സമയത്തുണ്ടാവുന്ന പ്രകടനങ്ങളൊന്നും ഇന്നില്ല. അപ്പോൾ ബേസിക്കലി ഈ ഒരു നറേഷൻ തെറ്റല്ലേ ഈ കാണിക്കുന്നത്? അതായത് ഇന്ന് അങ്ങനെ പ്രാകൃതം എന്നൊക്കെ പറയുന്നത് ബോധമില്ലാത്തവന്മാർ പറയുന്നതാണ്. നല്ല സമൂഹമാണ് ഇസ്ലാം സമൂഹം എന്ന് പറയുന്നത്, മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് നല്ല സമൂഹമാണ്. ചിലപ്പോൾ അവർ പലയിടത്തും ഈ വടക്കേ ഇന്ത്യയിലൊക്കെ നോക്കി അവർ വളരെ എന്ന് വെച്ചാൽ അവർ വളരെ അധപ്പതിച്ച് കഴിയുന്നവരായിരിക്കും. അവർക്കൊന്നുമില്ല, പണമൊന്നുമില്ല. അവരെന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ, അവർ മുഖ്യധാരയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ബുൾഡോസർ രാഷ്ട്രീയം കടന്നു വരുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ അതൊന്നുമില്ല, നമ്മുടെ നാട്ടിലതില്ല, കേരളത്തിലതില്ല. അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്ന ഒരു പ്രാകൃത സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണത് ഈ പ്രാകൃതം എന്നുള്ളത് എനിക്കറിയില്ല. അതിനകത്ത് ഞാനൊരു മുസ്ലിമാണ്, അതിനകത്ത് ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അതിലില്ല. എല്ലാ സമൂഹത്തിലും ഉള്ളത് കഴിയുന്നത് പോലെ മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെന്ന് പറയുന്നത് വ്യത്യാസം കാണും. അതെല്ലാ മതങ്ങളിലും വ്യത്യാസമില്ലേ? ക്രിസ്ത്യൻ മതത്തിലില്ലേ വ്യത്യാസം? ഹിന്ദു മതത്തിൽ വ്യത്യാസമില്ലേ? അത് ഒരുപാടുണ്ട്, ആ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്കുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാട് വളരെ തെറ്റാണ്. അതൊരു വൃത്തികെട്ട കാര്യമാണ് ആ രീതി കണക്കാക്കുന്നത്. അതേ പറയാൻ നോക്കുള്ളൂ. അല്ലാതെ അത് ബോധമില്ലാത്തവന്മാർക്ക് എന്തും ചെയ്യാമല്ലോ. ആ രീതി കണക്കാക്കുന്ന അല്ലാതെ വേറൊന്നും പറയാൻ ഒക്കത്തില്ല അതിനെക്കുറിച്ച്. നമ്മുടെ ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണെന്ന് പറയുമ്പോഴും ഇങ്ങനെ ഓരോ റിലീജിയനും സ്പെഷ്യൽ ഇങ്ങനെ പ്രൊവിഷൻസ് കൊടുക്കുന്നത് സെക്യുലറിസത്തിന് വിരുദ്ധമാണ്. അത് പ്രീണനവും രാഷ്ട്രീയ ലാഭത്തിനൊക്കെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇത്തരം നിയമങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ഒരു യൂണിഫോം സിവിൽ കോഡാണ് എല്ലാവർക്കും വരേണ്ടത് എന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനോട് എന്താ പറയുക? എല്ലാ കാര്യത്തിലും ഒന്ന് യൂണിഫോമിറ്റി കൊണ്ടുവരാൻ ഒക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡിഫറൻറ്റ് ആചാരങ്ങളാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ, അതായത് ഇപ്പോൾ ഒരു ഹിന്ദു വിവാഹം എന്ന് പറയുന്നത് അവർ സേക്രമെൻ്റായിട്ടാണ് കണക്കാക്കുന്നത്. സേക്രമെൻ്റ് അവർ പരിശുദ്ധമായ ഒരു കാര്യം.
അതെന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. സപ്തപതി, 7 ചുവട്. ഭാര്യ അയാളുടെ കൈ പിടിച്ച്, ഈ വധുവിൻ്റെ കൈ പിടിച്ച് വരൻ ഫയറിന് ചുറ്റും 7 ചുവട് വെക്കുക, അത്രയേ ഉള്ളൂ. അവർ ഫയർ വർഷിപ്പറാണ്. നേരെ മറിച്ച് മുസ്ലിം വിവാഹം എന്ന് പറയുന്ന ഒരു സേക്രമെൻ്റ് അല്ല, ഇറ്റ് ഈസ് എ കോൺട്രാക്ട്. അതൊരു കരാറാണ്. മഹർ കൊടുത്ത് പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് പോകണം. അതാണ് കോൺട്രാക്റ്റാണ്. ഇറ്റ്സ് എ കോൺട്രാക്ട്, പ്യുവർലി എ കോൺട്രാക്ട്. ക്രിസ്ത്യൻ വിവാഹം ഇതൊന്നുമല്ല. ഇത് രണ്ടും കൂടെ ചേരുന്ന രീതിയിലുള്ള ഒരെണ്ണമാണ്. അത് പള്ളിയിലൊക്കെ വിളിച്ചു ചൊല്ലി ഒരു പ്രീസ്റ്റിൻ്റെ കാർമ്മികത്വത്തിൽ അവർ ഏർപ്പെടുന്ന ഒരു കരാറ്, അതാണ്. അപ്പോൾ ഇത് മൂന്നും ഒരിക്കലും ഒന്നിക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ ഫയർ വർഷിപ്പ് ചെയ്ത് സപ്തപതി നടത്തിയാൽ കല്യാണമാവും എന്നിത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന് അങ്ങനെ കല്യാണം കഴിക്കാൻ ഒക്കത്തില്ല. കാരണം മുസ്ലിം ഫയർ വർഷിപ്പർ അല്ല. ഫയറിനെയോ ഐഡലിനെയോ വർഷിപ്പ് ചെയ്യുന്ന ആളുകളല്ല മുസ്ലിങ്ങൾ. അപ്പം അവർക്കൊരിക്കലും ഇത് ഒരു വിവാഹം പോസിബിൾ അല്ല ഈ രീതിയിൽ. അതുകൊണ്ട് ഇത് ഏകീകരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ഉട്ടോപ്യൻ ഐഡിയയാണ്, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പിന്നെ ഏകീകരിക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെയാണ്. പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇൻഹെറിറ്റൻസ്, അതായത് സക്സഷൻ. ഇപ്പോൾ ഒരു ഹിന്ദു മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അവകാശികളെന്ന് പറയുന്നത് സൺ, ഡോട്ടർ, വിഡോ, മദർ. അച്ഛൻ അവിടെ ഇല്ല, അച്ഛനെ വേണ്ട. സൺ, ഡോട്ടർ, വിഡോ, മദർ ഇവരേ ഉള്ളൂ. ക്രിസ്ത്യാനികളുടെ ഇടയിലാണെങ്കിൽ പോലും, ഇന്ത്യൻ സക്സഷൻ ആക്ടിലാണെങ്കിൽ പോലും അച്ഛന് അവകാശമില്ല. അമ്മയ്ക്ക് ഈ കൊണ്ട് ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഉണ്ട് അവകാശം, അച്ഛനെ വേണ്ട. നേരെ മറിച്ച് മുസ്ലിങ്ങളുടെ ഇതിലാണെങ്കിൽ, ഹനഫി ലോ ഓഫ് സക്സഷനിലാണെങ്കിൽ, ഫാദർ എന്ന് പറയുന്ന 1/6 ഷെയറാണ്. അയാളുടെ ഷെയർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ ബാക്കി വിധിക്കാൻ ഒക്കുള്ളൂ. 1/6. അമ്മയ്ക്കും അതുപോലെ അങ്ങോട്ട് 1/6 കിട്ടും. വൈഫിന് 8/1 ഉള്ളൂ, മക്കളുണ്ടെങ്കിൽ 8/1 ഉള്ളൂ അവകാശം. ബാക്കി റെസിഡ്യൂ ആണ് ഈ കുട്ടികൾക്ക് കിട്ടുന്നത്. ആ വ്യത്യാസമുണ്ട്. പിന്നെ അവിടെ ഡിസ്പാരിറ്റി ഉണ്ട് അതിനകത്ത്. കാരണം ഈ പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഷെയറിൻ്റെ ഇരട്ടി ആൺകുട്ടികൾക്ക് കിട്ടും. അത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ കാര്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അത് ഇക്വാളിറ്റിക്കെതിരാണ്. അതൊക്കെ ഏകീകരിക്കാം, പക്ഷേ ഈ അച്ഛനവകാശം ഇല്ലാതാക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിൽ നിന്ന് കടമെടുത്ത് അച്ഛനെയും കൂടെ ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കട്ടെ, നല്ലതായിരിക്കും. ആ രീതിയിൽ അത് ഏകീകരിച്ചാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. അപ്പോൾ ഈ ഇത്തരം നിയമങ്ങളെല്ലാം നമ്മൾ ഗുഡ് ഇൻറ്റൻഷനിലും സ്ത്രീകളുടെ ഉന്നമനത്തിനും ഈക്വാലിറ്റിക്കൊക്കെ ചെയ്യുമ്പോഴും ഇത് അബ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത, അതിനെ നമ്മൾ എങ്ങനെ? അത് നിയമങ്ങൾ എന്ന് പറഞ്ഞുണ്ടല്ലോ, എല്ലാ നിയമങ്ങളും അബ്യൂസ് ചെയ്യത്തില്ലേ? അതുകൊണ്ട് നിയമം കൊള്ളാത്തില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഉണ്ട്. അത് അവർക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നേക്കുന്ന നിയമമാണ്. അത് ഒരുപാട് പേരെ അബ്യൂസ് ചെയ്യുന്നില്ലേ? ചെയ്യും. അതുകൊണ്ട് ആ നിയമം തെറ്റാന്ന് പറയാൻ പറ്റുമോ? അത് ആളുകളുടെ കുഴപ്പമാണ്. അത് അബ്യൂസ് ചെയ്യുന്നവന്മാരുടെ തകരാറാണ്, അല്ലാതെ നിയമത്തിൻ്റെ കുഴപ്പമല്ല. പിന്നെ നിയമം ഉണ്ടാക്കിയ പാർലമെൻറ്റിൻ്റെയും കുഴപ്പമല്ല അത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നിയമങ്ങൾ അബ്യൂസ് ചെയ്യത്തില്ലേ? ഡൊമസ്റ്റിക് വയലൻസ്, ആ പ്രൊട്ടക്ഷൻ വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അബ്യൂസ് ചെയ്യപ്പെടുന്നില്ലേ? ചിലപ്പോൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിയമം മോശമെന്ന് പറയാൻ പറ്റുമോ? ഈ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലുണ്ടായിരുന്നു ആ 498A, വിവാഹിതയായ സ്ത്രീയോടുള്ള ക്രൂരത. അത് പലപ്പോഴും കള്ളക്കേസ് കൊടുക്കത്തില്ലേ? അതുകൊണ്ട് എന്താ ആ പ്രൊവിഷൻ മോശമെന്ന് പറയാൻ പറ്റുമോ? അപ്പം നിയമം മോശമല്ല, നിയമം ദുരുപയോഗം ചെയ്യുന്ന ആളുകളാണ് മോശക്കാർ, അല്ല നിയമം കുഴപ്പമല്ല. പിന്നെ ഒരു ക്രിറ്റിസിസം വെച്ചാൽ ഇപ്പോൾ വരുന്ന എല്ലാ വിധികളും നിയമങ്ങളും എല്ലാം ഈ മുസ്ലിം കമ്മ്യൂണിറ്റി, ഇപ്പോൾ മുത്തലാഖിൻ്റെ വിധികൾ, മുത്തലാഖിൻ്റെ നിയമങ്ങൾ, ഇങ്ങനെയുള്ള മുസ്ലിം സ്ത്രീകൾ, ഇങ്ങനെല്ലാം ഈ മുസ്ലിം സിവിൽ നിയമങ്ങൾ അല്ലെങ്കിൽ സിവിൽ അവകാശങ്ങളെ കുറിച്ചുള്ള വിധികളാണ് കൂടുതൽ വരുന്നത്. ഈ ഹിന്ദു മതത്തെക്കുറിച്ചുള്ള ഇങ്ങനത്തെ കേസുകളോ വിധികളോ ഒന്നും അധികം വരുന്നുമില്ല, ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതെന്താ അങ്ങനെ ഒരു ഡിസ്പാരിറ്റി? അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനെ കുറിച്ചും വരാറുണ്ട്. ഇത് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് ഇങ്ങനെ വരുന്നുണ്ട്. അത് ആളുകളുടെ ആ ഇതിൻ്റെ കുഴപ്പമാണ്, ആ ചിന്തയുടെ കുഴപ്പമാണ്. ഇതെടുത്തുകൊണ്ട് വരും മുമ്പിലോട്ട്, മറ്റവർക്ക് കിട്ടുന്ന ഒന്നും എടുത്തുകൊണ്ട് വരത്തില്ല. ഇവിടെ മുത്തലാഖിനുള്ള എതിരെയുള്ള നിയമം അതാ ഞാൻ പറഞ്ഞേ. ഇപ്പോൾ ഒരു ഹിന്ദു വിവാഹം കഴിച്ചിട്ട് ഭാര്യയെ നോക്കാണെന്നാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു മുസ്ലിം വിവാഹം കഴിച്ചിട്ട് ഇതിനെ അങ്ങ് ഒഴിഞ്ഞു വിടാൻ പോയി കഴിഞ്ഞാൽ ഉടനെ മുത്തലാഖിൻ്റെ ഇതും എടുത്തുകൊണ്ട് വരും എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഭാര്യയെ സംരക്ഷിക്കാത്തവന് കുഴപ്പമൊന്നുമില്ല, അതിനെ കാണാതിരുന്നാലും കുഴപ്പമില്ല, കല്യാണം കഴിച്ചിട്ട് അങ്ങ് കളഞ്ഞിട്ട് നടക്കുന്നവർക്ക് പ്രശ്നമില്ല. പക്ഷേ ഇത് ഇവിടെ ഒഴിയാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്. ഇപ്പോൾ എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ കോടതികളിൽ ഡൈവോഴ്സ് എന്ന് പറയുന്ന കല്യാണം കഴിക്കുന്നതിനെ ഡൈവോഴ്സിന് വേണ്ടിയെന്ന് ഞാൻ പറയാറുണ്ട് പലരും.
അപ്പോൾ ഫാമിലി കോടതികളിലൊക്കെ എന്ത് തിരക്കാ, നമ്മളാലോചിച്ച് നോക്കിക്കോളൂ. എത്ര ഫാമിലി കോടതി വേണം? ഓരോ വാർഡിന്, പഞ്ചായത്ത് വാർഡിന് ഫാമിലി കോടതി ഉണ്ടെങ്കിൽ പോലും ഇവിടെ തികയത്തില്ല. എന്താ അതിൻ്റെ കാഴ്ചപ്പാട്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരസ്പരം ഒന്നിച്ച് ജീവിച്ചു പോകാൻ പറ്റത്തില്ല. അവർ മ്യൂച്വൽ കൺസെൻറ്റിൽ കോടതിയിൽ അപ്ലൈ ചെയ്താൽ പോലും ഒരുപാട് താമസം വരും. അവർക്ക് അതുകൊണ്ട് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് ആ പ്രൊവിഷൻ കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ തലാഖ് പോലെ തന്നെ എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് പെർമിറ്റ് ചെയ്താൽ നല്ല റീസണബിളായിട്ടുള്ള ഗ്രൗണ്ട്സ് വേണം. ആ ഗ്രൗണ്ട്സ് വെച്ചുകൊണ്ട് അവിടെ തീരുമാനിച്ച് ഡൈവോഴ്സ് ആയാലും എന്താ കുഴപ്പം? അതിനൊരു അപ്രൂവൽ കോടതിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഈ ഗ്രൗണ്ടൊക്കെ ഉണ്ടാവും എന്ന് മാത്രം നോക്കിയാൽ മതി. ഈ പറയുന്ന റീസണബിളായിട്ട്, അതായത് ഒരു ചാൻസസ് ഓഫ് റീയൂണിയൻ ഉണ്ടായോ എന്ന് മാത്രം നോക്കുക. കോടതി അത് സർട്ടിഫൈ ചെയ്ത് കൈ കൊടുക്കുക. തീരും എളുപ്പം. വേണ്ടാതെ ഇത് തമ്മിൽ തുടർന്ന് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് മണ്ട കയറിച്ചാവുന്നതിലും നല്ലതല്ലേ ഈ പറഞ്ഞത്? അല്ലെ ഭാര്യയോ ഭർത്താവോ തൂങ്ങി മരിക്കുന്നതിനേക്കഴിയും നല്ലതല്ലേ? ആത്മഹത്യ ചെയ്യുന്നതിനേക്കഴിയും നല്ലതല്ലേ ഇത്? അതൊക്കെ ചെയ്യാം. അതുകൊണ്ട് അത് ആലോചിച്ച് ചെയ്യാം. അല്ലാതെ അതുകൊണ്ട് അത് വരുന്നത് വരെ ഇതെന്താണ് നിയമം എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വേറെ ഓരോ സംസ്ഥാനത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അഭിപ്രായമൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. അത് കാരണം സബ് ജുഡീസാണ്, കോടതി കിടക്കുന്ന കാര്യമാണ്. ഇതിന്റെ കൂടെ തന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുന്നതാണ് ഇപ്പോൾ ലിവിങ് ടുഗദർ എന്നുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ലിവിങ് ടുഗദറും ഈ റിലീജിയസ് മാരേജും ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ കൂടുതൽ കോടതികളെ ഞാൻ പറഞ്ഞില്ലേ, ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം, ലിവിങ് ടുഗദറിനകത്ത് ഈ 125, അതായത് ഇപ്പോഴത്തെ 146 പ്രയോഗിക്കാൻ ഒക്കത്തില്ല. 125 വരത്തില്ല. കാരണം ലിവിങ് ടുഗദർ ആണെങ്കിൽ ഭാര്യ എന്ന് പറയാൻ പറ്റുമോ? പാർട്ട്ണർ എന്നുള്ള ഉള്ള പേര്, ഭാര്യ എന്നുള്ള പേരില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ അതിനുണ്ട്. അതൊക്കെ ഇനി വരണം. പുതിയതായിട്ട് നിയമങ്ങളൊക്കെ ഉണ്ടായി വരട്ടെ അതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ, എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതുവരെ ഉള്ള ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്തതിന് നന്ദി. താങ്ക് യു.